മെർക്കോവ ടാങ്കുകളും ബോംബർ വിമാനങ്ങളും എലൈറ്റ് ഗലാനി ബറ്റാലിയൻ ഉൾപ്പെടെ ഗസ വളഞ്ഞവർ ഒരിറ്റു സമാധാനത്തോടെ ശ്വാസമെടുത്ത മണ്ണിൽ കാലുറപ്പിച്ചു നിൽക്കില്ല. അതവരുടെ മണ്ണല്ല. മോഷ്ടിച്ച മണ്ണിലെ ഒലീവ് മരങ്ങൾ അവർക്ക് തണലേകില്ല. ആയുധബലം കൊണ്ട് ഫലസ്തീനിയൻ മണ്ണുമാന്തി ഇസ്രായേൽ രാജ്യത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിക്കുമ്പോൾ ഒന്നും ചെയ്യാനാവാതെ വീടും മണ്ണും നൽകി താക്കോൽ മാത്രം ഊരിയെടുത്തു പോകേണ്ടി വരുന്ന ഗതികെട്ട ജനത. ജനീനിന്റെയും വെസ്റ്റ് ബാങ്കിന്റെയും ഷുജയ നൈബർഹുഡിന്റെയും തുൽക്രാമിന്റെയും നെബുൽസിന്റെയും ഗസയുടെയും റഫയുടെയും മാർബിൾ റബിളുകൾക്കിടയിൽ നിന്ന് നടത്തുന്ന ചെറുത്തുനിൽപ്പ് ലോകത്തിന് പാഠപുസ്തകമാണ്. അഭിമാനം പണയം വെച്ച് പന്തയത്തിനിറങ്ങാത്ത പോരാളികളുടെ മനോവീര്യമാണ്. ഈ മനോവീര്യം ടെൽ അവീവിന്റെ മാർക്കറ്റിൽ ഷെക്കലുകൾ കൊടുത്തു വാങ്ങാനാവില്ല. കാരണം അത് ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. അത് മുഴുവൻ ഫലസ്തീനിന്റെ മണ്ണിലാണ്. ഫലസ്തീൻ മുസൽമാന്റെ മാത്രം മണ്ണോ പോരാട്ടമോ അല്ല. അമേരിക്കക്കാരി റേച്ചൽ കോറിയുടെ ആത്മാവിന് പൂക്കളർപ്പിക്കാത്ത ഒരു വസന്തകാലവും ഫലസ്തീനിൽ കഴിഞ്ഞു പോയിട്ടില്ല. ഇസ്രായേലി സൈന്യം കവചിത വാഹനം കയറ്റിക്കൊന്ന റേച്ചലേലിന കോറിയില്ലാത്ത ഫലസ്തീൻ പോരാട്ടവുമില്ല. അവസാനത്തെ സൈനികനെയും തിരിച്ചു വിളിച്ച ആ മണ്ണിൽ നിന്ന് നാണം കെട്ടി ലക്ഷ്യങ്ങൾ നേടാതെ ഇസ്രായേൽ തോറ്റോടുക തന്നെ ചെയ്യും. അതിന് മതങ്ങളുടെ പിൻബലമൊന്നും ആവശ്യമില്ല. കുദുസും കുരിശും ദൈവത്തിൻ്റെതാണ്. അതിന് ദൈവം കണക്ക് ചോദിക്കുകയോ ചോദിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, അതെന്റെ വിഷയമല്ല. പക്ഷേ ദൈവത്തിന് ബലിയിട്ട കുരുന്നു മക്കളുടെ ജീവനെടുത്ത യുദ്ധക്കുറ്റവാളികളോട് കാലം കണക്ക് ചോദിക്കുക തന്നെ ചെയ്യും. കൊന്നൊടുക്കിയ 16,000-ഓളം പിഞ്ചുകുഞ്ഞുങ്ങളുടെ കണ്ണീർ കബറുകൾക്ക് മുകളിൽ കെട്ടിപ്പൊക്കിയ ഒരൊറ്റ സിയോണിസ്റ്റ് അധിനിവേശ സെറ്റിൽമെന്റുകളിൽ ഒന്നിൽ പോലും സമാധാനത്തോടെ ശിഷ്ടകാലം അന്തിയുറങ്ങാമെന്ന് ഇസ്രായേൽ കരുതേണ്ടതില്ല. അതിന് ടൈം ട്രാവൽ ചെയ്ത് ഭാവി കാലത്തേക്ക് സഞ്ചരിക്കേണ്ടതില്ല. ഭൂതകാലം സാക്ഷിയാണ്.